ഹരിയാനയിലേക്ക് എത്തുമ്പോൾ അതേ ടാലി തുടരുന്നു. 38 ഇടങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ദുഷ്യന്ത് ചൗട്ടാല പിന്നിൽ, JJP ദുഷ്യന്ത് ചൗട്ടാല പിന്നിൽ എന്ന വാർത്ത കൂടി വരുന്നു. നോക്കൂ, കഴിഞ്ഞ തവണത്തെ കിങ് മേക്കർ ദുഷ്യന്ത് ചൗട്ടാലയായിരുന്നു, ഉപമുഖ്യമന്ത്രിയായിരുന്നു. മനോഹർ ലാൽ ഖട്ടർ സർക്കാരിനെ പിന്തുണ പിൻവലിച്ചു. ആ JJP ലീഡർ ദുഷ്യന്ത് ചൗട്ടാല പിന്നിൽ, ദുഷ്യന്ത് ചൗട്ടാല പിന്നിൽ എന്ന വാർത്തയെത്തുന്നു. ആദിത്യ സുർജേവാലയാണ് മുന്നിൽ നിൽക്കുന്നത്. കണക്കുകൾ പറയുന്നു, നോക്കൂ, സുപ്രധാനമായ കണക്കുകളാണ്. അഭയ് ചൗട്ടാല മുന്നിലാണ്, INL അഭയ് ചൗട്ടാല മുന്നിലാണ്, ദുഷ്യന്ത് ചൗട്ടാല പിന്നിലാണ്. സുനിൽ പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ്. ഇത്തവണ JJPക്ക് BJPയുമായി തൊട്ട JJPയെ ഹരിയാന തിരസ്കരിക്കുന്നു, BJPയെ തൊട്ട JJPയെ ഹരിയാന തൂത്തെറിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദുഷ്യന്ത് ചൗട്ടാല പോലും പിന്നിലാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, JJPക്ക് അവിടെ നിർണായകമായ ലീഡ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതേസമയം INLD സാവധാനം നിലമെച്ചപ്പെടുത്തുന്നു. ഹരിയാനയിൽ 40 ഇടങ്ങളിൽ കോൺഗ്രസ്, 27 ഇടങ്ങളിൽ BJP. വ്യക്തമായ മുന്നേറ്റം. കോൺഗ്രസ് 40 ഇടത്തേക്ക് ലീഡ് ഉയർത്തുന്നു, BJP 27, INLD 2. ജമ്മുവിൽ BJP 13 ഇടത്ത്, കോൺഗ്രസ് സഖ്യം 2 ഇടത്ത്. നോക്കൂ, അതിശക്തമായ മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ ഹരിയാനയിലുള്ളത്. ഹരിയാനയിൽ ഒരു ഹരിക്കെയിൻ എന്ന് നമുക്ക് പറയാം. അവിടെ ഭൂപീന്ദർ ഹൂഡ ഈസ് ദ ക്യാപ്റ്റൻ, ഹൂഡ ഈസ് ദ കിങ്, ഹൂഡ ഈസ് ദ മാസ്റ്റർ, ഹൂഡ ഈസ് ദ നയാ താവോ. അതേസമയം ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. 18-12 അല്ലെ? നോക്കൂ, 15-18, 15 BJP, 18 കോൺഗ്രസ്, 15 BJP, 18 കോൺഗ്രസ്. ഇതാണ് ജമ്മു കാശ്മീർ അവസ്ഥ. അത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞിരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ കോൺഗ്രസും BJPയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അഥവാ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം BJP ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഹരിയാനയിൽ പക്ഷേ കോൺഗ്രസിന്റെ തേരോട്ടമാണ്. ഹരിയാനയിലെ ഹരിക്കെയിനിൽ അവിടെ ഭൂപീന്ദർ ഹൂഡ 40 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ലീഡ് ചെയ്യുന്നുണ്ട് കശ്മീരിൽ. ഒമർ അബ്ദുള്ള ലീഡ് ചെയ്യുന്നു. വ്യക്തമായ സൂചനയാണ്. സാധ്യതയുള്ള പേര് ഒമർ അബ്ദുള്ളയുടെ പേരാണ്. ഇൽത്തിജ മുഫ്തി ചിത്രത്തിൽ നിന്ന് പക്ഷേ മാഞ്ഞേക്കാം. PDP അവിടെ 1-2 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ തവണ 28 സീറ്റുകൾ നേടിയ PDP ഇത്തവണ 5 സീറ്റുകളിലേക്ക് ഒതുങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. നോക്കൂ, 2 ഇടങ്ങളിൽ സമാനമായ പാറ്റേൺ. ജമ്മു കാശ്മീരിൽ BJPയെ തൊട്ട PDPയെ ജനം തൂത്തെറിയുന്നു, മറുഭാഗത്ത് BJPയെ തൊട്ട JJPയെയും ഹരിയാനയിലും തൂത്തെറിയുന്നു. അതാണ് ദുഷ്യന്ത് ചൗട്ടാല അടക്കം പിന്നിൽ നിൽക്കുന്ന കാഴ്ച. BJP സാവധാനം നിലമെച്ചപ്പെടുത്തുന്നു. ഹരിയാനയിൽ 28 ഇടങ്ങളിൽ BJP, 40 ഇടങ്ങളിൽ കോൺഗ്രസ്, 28 ഇടങ്ങളിൽ BJP, 40 ഇടങ്ങളിൽ കോൺഗ്രസ്. കാശ്മീരിൽ 2 ഇടങ്ങളിൽ BJP. നോക്കണം, കാശ്മീർ വാലിയിൽ 2 ഇടങ്ങളിൽ BJP, 16 ഇടങ്ങളിൽ കോൺഗ്രസ്. ജമ്മു കാശ്മീരിന്റെ മൊത്തം ടാലി 41ലേക്ക് ഹരിയാനയിൽ 41 ഇടത്ത് ലീഡ് ചെയ്യുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ BJP 25 ഇടത്ത്. നോക്കൂ, ഏറെ കൗതുകകരമായ കാഴ്ച. കോൺഗ്രസ് 21 ഇടങ്ങളിൽ, കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 21 ഇടങ്ങളിൽ, എന്നാൽ 19 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ എന്നുള്ളതാണ്. PDP 3 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഏറെ ശ്രദ്ധേയമായ കാര്യം, ഇഞ്ചോടിഞ്ച് പോരാട്ടം ജമ്മു കാശ്മീരിൽ നടക്കുന്നു. ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ, വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പിൽ BJPയെ ജമ്മു കാശ്മീർ കൈവിട്ടിട്ടില്ല എന്ന സൂചനയാണ് ആദ്യ ഘട്ടത്തിൽ വരുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ജമ്മു കാശ്മീരിൽ BJPയും ഇന്റർനാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ 46ലേക്ക് ലീഡ് എത്താൻ അല്പസമയം കൂടി കാത്താൽ മതി. പോസ്റ്റൽ ബാലറ്റിൽ തന്നെ ഇതിനകം 41 പിന്നിടുന്നു കോൺഗ്രസ്. ഭൂപീന്ദർ സിംഗ് ഹൂഡ പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞു അല്ലേ? 24 പോസ്റ്റൽ ബാലറ്റ് എണ്ണി കഴിയുകയാണ്. പലയിടങ്ങളിലും കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് അണ്ടർവേ. എല്ലാ നാഷണൽ ചാനലുകളിലും ഈ ലീഡ് നില തന്നെയാണ്. 41 ഇടങ്ങളിൽ കോൺഗ്രസ്, 25 ഇടങ്ങളിൽ BJP. അതായത് പോസ്റ്റ് പോൾ ഇലക്ഷനുകൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഹരിയാനയിൽ കോൺഗ്രസിന്റെ നേട്ടമാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നാഷണൽ കോൺഫറൻസും BJPയും തമ്മിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടത്തുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ചുകൊണ്ട് 43ലേക്ക് നിലമെച്ചപ്പെടുത്തുന്നു കോൺഗ്രസ് ഹരിയാനയിൽ. 43 ഇടത്ത് BJP 24 കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന് ഹരിയാനയിൽ ആവശ്യം കേവലം 2 സീറ്റുകൾ മാത്രം. അത് ഉറപ്പാണ്. 46ലേക്ക് അടുത്ത നിമിഷങ്ങളിൽ തന്നെ കോൺഗ്രസ് എത്തും. അപ്പോൾ കോൺഗ്രസ് തന്നെ ഹരിയാന ഭരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ തേരോട്ടമാണ് ഹരിയാനയിൽ കാണുന്നത്. വമ്പിച്ച വിജയത്തിലേക്കാണ് കോൺഗ്രസ് ഹരിയാനയിൽ കുതിക്കുന്നത് എങ്കിൽ ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. അത് 20 മിനിറ്റ് ആകുമ്പോഴേക്കുള്ള ലീഡ് നിലയാണ് ഈ കാണുന്നത്. 20 മിനിറ്റ് ആകുമ്പോഴേക്കും കോൺഗ്രസ് 44 ഇടത്ത് മുന്നേറുകയാണ്. BJP 23, INLD 2. ഹരിയാനയിൽ കോൺഗ്രസ് വ്യക്തമായ വിജയം ഉറപ്പാക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ഒരു ത്രസിപ്പിക്കുന്ന പോരാട്ടമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. BJPക്ക് ജമ്മു കാശ്മീരിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. ജമ്മു കാശ്മീർ പുനഃസംഘടന ശരിയാണ്, രാഷ്ട്രീയമായി ശരിയാണെന്ന് തെളിയിച്ചുവെന്ന് BJPക്ക് അവകാശപ്പെടാൻ വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ BJP കാശ്മീർ വാലിയിലും 3 സീറ്റുകളിൽ മുൻപിൽ നിൽക്കും.